ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഇത് ഞാൻ പൊട്ടറ്റോ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പൊട്ടറ്റോ റിങ്, ഇതുപോലെ റിങ് ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 2 പൊട്ടറ്റോ പുഴുങ്ങിയത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പ് ചേർക്കാതാണ് പുഴുങ്ങിയിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് ഉടച്ച് എടുക്കാം. കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള അരിപ്പൊടി ചേർക്കാം. തീരെ നൈസായിട്ടുള്ള അരിപ്പൊടി വേണം ചേർക്കാൻ കേട്ടോ. അരിപ്പൊടിക്ക് പകരം മൈദയാണേലും ചേർക്കുന്നതിന് കുഴപ്പമില്ല. ഇനി ഒരു 3 സ്പൂൺ അളവിലുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, ഇനി 1 സ്പൂൺ തന്നെ അളവിലുള്ള കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഉടയാതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് യോജിപ്പിച്ച് ഇതുപോലെ എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. കാരണം ഈ പൊട്ടറ്റോയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ കുഴച്ച് നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുഴച്ചെടുക്കാം. ഇനി ഞാനൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ്, ചപ്പാത്തിയുടെ പലകയാണേലും എടുത്ത് നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് മാവെടുത്ത് ഇതേപോലെ കയ്യിൽ ഉരുട്ടി നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് നമ്മുടെ കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തി ഇതുപോലെ നമുക്ക് എടുത്തതിന് ശേഷം ഞാനിതിൽ എടുത്തിരിക്കുന്നത് ഒരു കുക്കീസിൻ്റെ ഷേപ്പറാണ്. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് ഞാനിത് ഈ മാവിൻ്റെ പുറത്തേക്ക് വെച്ചതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അത് കൈവെള്ളയിൽ എടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഫിംഗർ കൊണ്ട് നമ്മളിങ്ങനെ അതിൻ്റെ നടുഭാഗം ഒന്ന് നമുക്ക് കുഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇപ്പോൾ ഒരു റിങ് ഷേപ്പിലായിട്ടില്ലേ. നിങ്ങളുടെ കയ്യിൽ ഷേപ്പർ ഇല്ല എന്നുണ്ടെങ്കിലാണെങ്കിലും കൈ കൊണ്ട് നമ്മളിതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് റൗണ്ട് ഷേപ്പ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഫിംഗർ കൊണ്ട് ഇതുപോലെ അതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒന്ന് കുഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിങ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എടുക്കാം. നമുക്ക് ഇതുപോലെ നമുക്കെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇത് പൊട്ടറ്റോ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം എരിവും ഒന്നുമില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അധികം എണ്ണയും പിടിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ ഞാനിത് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ 2 ആണ് ഞാനിതിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 10 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഞാനതെല്ലാം ഷേപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിനകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഞാൻ ഈ എണ്ണ ഈ പാനിൽ ഇത്രയും ഒഴിച്ചിരിക്കുന്നത് ഇതൊന്ന് പരന്ന് കിടക്കാൻ വേണ്ടിയാണ്. അത് ഇതുപോലുള്ള പാൻ വേണം എടുക്കാനായിട്ട്, ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ ചീനിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം ഇത്രയും പീസൊന്നും ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ അത് തന്നെ എല്ലാം ഒട്ടിപ്പോവും ചേർന്ന് കിടന്നു കഴിഞ്ഞാൽ. അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ തീ വളരെ കുറച്ച് വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൂടാതെ ഈ പാനിലേക്ക് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആകുകയും വേണം. അതേപോലെ തന്നെ നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇത് എടുത്തു മാറ്റാം. കണ്ടല്ലോ, ഇതുപോലെ നല്ല കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയും കൂടെ ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല ഗോൾഡൻ കളറും നല്ല ക്രിസ്പി ആകുന്നിടം വരെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പ്ലേറ്റിനകത്തേക്ക് ഇട്ട് നോക്കാം. ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ശബ്ദമല്ലേ കേൾക്കുന്നത്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. കണ്ടല്ലോ, ഇത് നല്ല ക്രിസ്പി, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ ഞാനതെല്ലാം ഒരു പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കേ ഇതൊന്ന് മുറിച്ച് നോക്കാം. മുറിക്കുമ്പോഴും ഇത് അറിയാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എപ്പോഴും നമ്മൾ ചൂടോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കച്ചപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ, ഇതൊന്നുമല്ല നമ്മുടെ കോക്കനട്ട് ചട്നിയുടെ കൂടെയും കഴിക്കാം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ലാതെ വെറുതെ ആണെങ്കിലും ഇത് കഴിക്കാൻ എളുപ്പം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.